വിഴിഞ്ഞത്തെ സ്വകാര്യ സ്വർണ്ണ പണമിടപാട് സ്ഥാപനത്തിൽ യുവതികൾ ആത്മഹത്യ ചെയ്തതിൽ തട്ടിപ്പുകൾക്ക് പിന്നിൽ സൂര്യ ഫിനാൻസിനും പങ്കെന്ന വിവരം. മാവേലിക്കര സ്വദേശിയുടെ 685 ഗ്രാം സ്വർണം തിരിമറി നടത്തിയത് സിന്ധു തട്ടിപ്പ് നടത്തിയതിന് സമാനമായ രീതിയിലാണ്. പണയം വെച്ച സ്വർണത്തിന് റെസിപ്റ്റ് നൽകിയില്ലെന്നതും സ്വർണം തിരിച്ചു ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നതും പറയുകയാണ് ആർമി ഉദ്യോഗസ്ഥനായ വിജയ്. റെസിപ്റ്റ് തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ടോക്കൺ തരാതെ എനിക്ക് പറ്റില്ല, എനിക്ക് ടോക്കൺ വേണമെന്ന്. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ടോക്കൺ തരാൻ എനിക്ക് പറ്റത്തില്ല. സൂര്യ ഫിനാൻസിന്റെ തിരുവനന്തപുരത്ത് ഏത് സ്ഥലത്താണ് വന്നത്? കരിമ. സെപ്റ്റംബർ അവസാനം തൊട്ട് ഞാൻ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ പുറകെ നടക്കും. അവരെനിക്ക് ഈ സാധനം തരുന്നില്ല, വിളിച്ച ഫോൺ എടുക്കത്തില്ല. പല പ്രാവശ്യം അവിടെ പോയി കഴിയുമ്പോൾ തന്നെ പറയുന്നത് അത് ഞങ്ങൾക്ക് അറിയത്തില്ല, അത് മുതലാളിയായിട്ട് സംസാരിക്കണമെന്ന് പറയും. നേമം പോലീസ് സ്റ്റേഷനിൽ ഞാൻ DGPക്ക് പരാതി കൊടുത്തു. 3 പ്രാവശ്യം SHOക്ക് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ 3 പ്രാവശ്യം അത് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാ എഴുതി എനിക്ക് വിടുന്നത്. അരുൺ സോളമനാണ് ചേരുന്നത്. അരുൺ, ആദ്യം വിചാരിച്ചിരുന്നത് സിന്ധു മാത്രമാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നതാണ്. പക്ഷേ ഈ സൂര്യ ഫിനാൻസ് എന്ന സ്ഥാപനത്തിലും തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് മാവേലിക്കര സ്വദേശിയിലൂടെ പുറത്തു വരുന്നത്, അല്ലേ? വിനീത, തീർച്ചയായിട്ടും. കാരണം സിന്ധു നടത്തിയ തട്ടിപ്പിൽ 2 യുവതികൾ, അത് ഈ സൂര്യ ഫിനാൻസിന്റെ സ്റ്റാഫുകളാണ്. അവർക്കാണ് ജീവൻ ഒടുക്കേണ്ടി വന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തട്ടിപ്പുകൾ ഓരോന്നായി മറനീക്കി പുറത്തു വരികയാണ്. മാവേലിക്കര സ്വദേശിയായിട്ടുള്ള വിജയൻ, അദ്ദേഹം ആർമി ഉദ്യോഗസ്ഥനാണ്. 845 ഗ്രാം സ്വർണമാണ് കഴിഞ്ഞ വർഷം ഈ സ്ഥാപനത്തിൽ ഈ പണയം വെച്ചത്. അതിന് ഏജന്റുമാരായി 2 പേർ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. ആഷിഖ്, സുമയ്യ എന്ന് പറയുന്ന 2 ദമ്പതികളാണ് സൂര്യ ഫിനാൻസിൽ പണയം വെച്ചാൽ പലിശ കുറച്ചു തരാമെന്ന് പറഞ്ഞ് ഈ ആർമി ഉദ്യോഗസ്ഥനെ ഇവിടേക്ക് വെള്ളയാണി കരിമം എന്ന് പറയുന്ന ബ്രാഞ്ചിലാണ് ഈ പണയം വെച്ചത്. അതിന് പിന്നാലെ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം തൊട്ട് തന്നെ ഇദ്ദേഹം 15 ലക്ഷം രൂപ അടച്ചു ഈ സ്വർണം തിരിച്ചെടുക്കാനായിട്ട്. പക്ഷേ 160 ഗ്രാം സ്വർണം മാത്രമാണ് തിരിച്ചു നൽകിയത്. ഇപ്പോഴും 645 ഗ്രാം സ്വർണം ഇപ്പോഴും തിരിച്ചു കിട്ടേണ്ടതുണ്ട് എന്നുള്ളതാണ് വിജയൻ സൂചിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പല ആവർത്തി പണയം വെച്ചപ്പോൾ തന്നെ സിന്ധു നടത്തിയ തട്ടിപ്പിന് സമാനമായ രീതിയിലാണ് ടോക്കൺ കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് റെസിപ്റ്റ് നൽകിയിട്ടില്ല. അതായത് വിജയൻ പണയം വെച്ച സ്വർണത്തിന് യാതൊരുവിധ തെളിവുകളും അവശേഷിക്കാത്ത രീതിയിലാണ് ഈ തട്ടിപ്പ് ഈ സൂര്യ ഫിനാൻസിന്റെ ഉടമയായിട്ടുള്ള അനി നടത്തിയിരിക്കുന്നത്. അനിക്കെതിരെ നേമം പോലീസിൽ പരാതി നൽകിയെങ്കിലും നാളിതുവരെയുമായിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. 3 തവണയാണ് നേമം SHOക്ക് പരാതി നൽകിയത്. അതിന് പിന്നാലെ തന്നെ DGPക്കും ഇപ്പോൾ ഈ റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥനായിട്ടുള്ള വിജയൻ പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ കോടതിയിൽ കേസ് കൊടുക്കാനാണ് ഈ കുടുംബം ഒരുങ്ങുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും സ്വർണം തിരിച്ചു കൊടുക്കാനായിട്ട് യാതൊരുവിധ നടപടിയും ബാങ്കിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വീട്ടെടുത്ത് നൽകാനായിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നോ നടപടികൾ ഉണ്ടായിട്ടില്ല. ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം, ഈ തട്ടിപ്പ് നടത്തിയതിന് പിന്നാലെ തന്നെ ഈ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഉടമ ഫോൺ എടുക്കാറില്ല. അതുപോലെ തന്നെ ഈ ഏജന്റുമാരെ പ്രവർത്തിച്ച ആഷിഖും സുമയ്യയും അവരും ഈ തട്ടിപ്പിന് പങ്കാളികളായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് വിജയൻ സൂചിപ്പിക്കുന്നത്. ഈ 3 പേർക്കെതിരെയാണ് നിലവിൽ നേമം പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. വിനീത, ശരി. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.